മാഡം, എനിക്കൊരു സമാധാനമില്ല. എന്ത് പറ്റി? 2-3 ദിവസമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്തിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇന്നലെ ഡ്യൂട്ടി ലിസ്റ്റിൽ 1000 രൂപ ഫൈൻ വീണത്. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ള സമാധാനം കൂടെ പോയി. വെറുതെ ചുമ്മാ പറഞ്ഞതാ. സമാധാനമായത് ഇപ്പൊ എവിടുന്നാ സമാധാനം കിട്ടിയത്? ഇത്രേ ഉള്ളൂ. അവനവന്റെ ഉള്ളിൽ തന്നെയാണ് അവനവന്റെ സമാധാനം ഉള്ളത്. നമ്മുടെ സമാധാനം മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കുമ്പോഴാണ് നമുക്ക് സമാധാനക്കേട് ഉണ്ടാകുന്നത്. വണ്ണമുള്ള ഒരാളെ നമ്മൾ എപ്പോഴും കളിയാക്കും. പക്ഷേ അധികം ഇച്ചിരി ഒരു വെയിറ്റ് ഉള്ള സാധനം എടുക്കണമെങ്കിൽ വണ്ണമുള്ളവർക്കേ പറ്റുള്ളൂ. നീളമുള്ളവരെ നമ്മൾ അമിതാഭ് ബച്ചൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. ഏതെങ്കിലും ഉയരത്തിലിരിക്കുന്ന സാധനം എടുക്കണമെങ്കിലോ അവർ തന്നെ വേണം. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ കുറിച്ച് നമുക്ക് തന്നെ ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടായിരുന്നാൽ മാത്രം മതി. നമ്മുടെ സമാധാനം എവിടെയും പോവില്ല. ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമുക്ക് സമാധാനക്കേട് ഉണ്ടാകുന്നത്. നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, നമുക്ക് സമാധാനം കിട്ടും. മറ്റുള്ളവരുടെ സന്തോഷം കൂടി നമ്മൾ നോക്കണം കേട്ടോ. നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ മറ്റൊരാളെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലും നമുക്ക് സമാധാനമാണ്. ചുരുക്കം പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് തല പുണ്ണാക്കാതെ മനസ്സമാധാനത്തോടെ ജീവിച്ചു പോകും.